ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഫസ്റ്റ് ടൈമാണ് മെയിൻ വീഡിയോ ചെയ്യണത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് 12 ലക്ഷം വ്യൂ കിട്ടിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്തോ ലാസ്റ്റ് വേൾഡ് കപ്പിന് അന്ന് നൈറ്റ് ഇട്ടത്. അതിന്റെ ഒരു സ്റ്റോറി പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സ്റ്റോറി എന്ന് പറയുമ്പോ കുറെ നാള് തൊട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അപ്പൊ അതിന്റെ സ്റ്റോറി അവിടെ തൊട്ട് ഇവിടെ വരെ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് 1.2 മില്യൺ അടിച്ച റീല്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാനാണ് സത്യം പറഞ്ഞ ഈ റീല് ഇത്രയും. ഞങ്ങൾ വിചാരിച്ചു ഞാൻ കിടന്ന് ഉറങ്ങലും രാവിലെ തന്നെ എനിക്ക് നോക്കുമ്പോ ഞാൻ എനിക്ക് നോക്കുമ്പോ 3 ലക്ഷത്തി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നോക്കുമ്പോ 40 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേൾഡ് കപ്പ് ഒക്കെ കണ്ടുറങ്ങി. എനിക്കത് 1 മണി ആയപ്പോ അത് 3 ലക്ഷം. പക്ഷെ അത് 9 മണി ആയപ്പോഴേക്കോ 8 മണിയൊക്കെ ആയപ്പോഴേക്കും അത് 1 മില്യൺ ആയപ്പോ എനിക്കത് മിക്കവർക്കും അറിയായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ കുറെ നാളായിട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും കുറെ നാളായിട്ട് ആഗ്രഹിച്ചോണ്ടിരുന്ന സംഭവമാണ് 1 മില്യൺ അടിക്കാം. അങ്ങനെ എന്തെങ്കിലും 1 മില്യൺ വേണ്ട, ഒരു 50K അടിക്കാൻ അങ്ങനെ ആഗ്രഹിച്ച് 70K അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി പോയിട്ട് എനിക്ക് അടിക്കാറുണ്ട്, എങ്ങനെ അടിക്കാറുണ്ട്. അങ്ങനെ 10K ആവുന്ന നേരം വെളുക്കുമ്പോ അങ്ങനെ വിചാരിച്ചു. ആ ഒരു നൈറ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പക്ഷെ എടുത്തു നോക്കുമ്പോ ഈ 1 മില്യൺ ഒക്കെ ആ റീലിന് വെച്ചാൽ ഒരു 8 സെക്കൻഡുള്ളൂ. ചിലപ്പോ 8 സെക്കൻഡുള്ള റീൽ ഇട്ടുകൊണ്ടായിരിക്കും. മീൻസ് കാണാൻ സ്കിപ്പ് ചെയ്യാൻ ടൈമില്ല, പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ കണ്ടു. പിന്നെ കുറെ കമന്റും അവിടെ കണ്ടു കുറെ സന്തോഷായി. കമന്റ് 1 മില്യൺ അടിച്ചപ്പോഴേക്കും കുറെ പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും കുറെ പേര് വിളിച്ചു. കാരണം അവർക്കൊക്കെ അറിയാം ഞങ്ങളെ കുറെ നാളത്തെ ഡ്രീമാണ്. കുറെ കിടന്ന് കഷ്ടപ്പെടുന്നത് ചിലപ്പോ ഞങ്ങൾ ചിന്തിക്കുന്നേക്കാളും കൂടുതൽ ഞങ്ങൾ അറിയണവര് ചിന്തിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തിടും, യൂട്യൂബിലായാലും എപ്പോഴും വീഡിയോ എടുത്തിടും. അപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ 1 മില്യൺ അടിക്കുന്നതായിരിക്കും പ്രതീക്ഷയില്ല. അങ്ങനെ ചെയ്തോണ്ടിരുന്ന എന്തായാലും ദൈവം നമ്മളെ കൊടുക്കുമെന്ന് നമുക്ക് പിന്നെ ഒരു ട്രസ്റ്റ് എന്തായാലും ഉണ്ട്. അങ്ങനെ 1 മില്യൺ അടിച്ച്. പിന്നെണ്ടല്ലോ ഈ 1 മില്യൺ ഒക്കെ അടിക്കുന്നേക്കാൾ മുന്നേ ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങ അതിനകത്തും ഇങ്ങനെ വീഡിയോ ഫസ്റ്റത്തെ അക്കൗണ്ട് ദുണ്ടും കൂടെ തന്നെയായിരുന്നു പേരും. പക്ഷെ അതിനകത്തായിരുന്നു നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അതിനകത്താണ് ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ ഇടും. പക്ഷെ വീഡിയോ ഇടുന്നതൊക്കെ നല്ല റീച്ച് ആവാറുണ്ട്. വീഡിയോ ആയാലും പോസ്റ്റ് ആയാലും നല്ല റീച്ച് ആവാറുണ്ട്. ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. നമ്മ അക്കൗണ്ട് തുടങ്ങിയപ്പോഴേക്കും നല്ല റീച്ച് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ ഇട്ട് പക്ഷെ അത് 7 ലക്ഷം പേരെന്തോ 8 ലക്ഷം പേര് അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അക്കൗണ്ട് സസ്പെൻഡ് ആയി. അത് ഞങ്ങൾ അത്ര ആഗ്രഹിച്ച് അത്രയും കഷ്ടപ്പെട്ടു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഈ ലോകം മൊത്തം പോവും. അങ്ങനെയായിരുന്നു ഞങ്ങൾ നടന്നിരുന്നത്, എല്ലായിടത്തും പോവും. പക്ഷെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയി. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് അക്കൗണ്ടിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല അക്കൗണ്ടില്, റീച്ചിന് വേണ്ടി ഒന്നും. പക്ഷെ അങ്ങനെ അത് സസ്പെൻഡ് ആയി പോയി. എന്നിട്ട് ഞങ്ങള് വീഡിയോ ഒക്കെ അവിടെ സ്റ്റോപ്പ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തില്ല. അടുത്തതായിരുന്നു. പിന്നെ കൊറേ പേര് കളിയാക്കി അത് കണ്ടപ്പോ നമുക്ക് എന്തായി, കളിയാക്കുമ്പോ നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങി. വീണ്ടും അതേ പേരിൽ തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങി. റീലാണോ ഫസ്റ്റ് പോസ്റ്റ് ഇട്ട് നല്ല റീച്ച് ഇട്ട് 28K എന്തോ ആയി. പക്ഷെ അപ്പൊ ഞങ്ങൾ നെറ്റിയോ അപ്പൊ ഞങ്ങളെ കൂടെ ദൈവം ഉണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാം. നമ്മളെ കൂടെ ദൈവം ഉണ്ട്, നമ്മളെ കൂടെ ദൈവം ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ അക്കൗണ്ട് പോയിട്ടും സീറോയിൽ നിന്ന് 10 അങ്ങനത്തെ ഉണ്ടായിരുന്ന അക്കൗണ്ട് ഞാൻ പിടിച്ചായിട്ട് ആ പേരിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ര ആവുമെന്ന്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യണത് നല്ലതായോണ്ടല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും ഇട്ടുടങ്ങി. പിന്നെ വീണ്ടും കുറച്ച് ചെയ്യാണ്ടിരിക്കും, വീണ്ടും ചെയ്യും. അങ്ങനെ കുറച്ച് റീച്ച് കുറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ഇടാണ്ടിട്ട്. പക്ഷെ പോസ്റ്റ് ഒക്കെ 10K മേലെ പോകാറുണ്ട്, 20K ഒക്കെ അത്ര ആവാറുണ്ട്. അങ്ങനെ റീലിടലിനെ പണ്ടത്തെ മറ്റേ അക്കൗണ്ടിത്തെ പോലെ റീൽ അങ്ങനെ റീച്ച് ആവാറില്ല. അങ്ങനെ കുറച്ച് നാൾ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കുറച്ച് നാൾക്ക് ചെയ്തില്ല. വീണ്ടും ഞങ്ങൾക്ക് തോന്നി വീണ്ടും ചെയ്യാന്ന്. അങ്ങനെ സപ്പോർട്ട് ചെയ്യണവരുണ്ടായിട്ട് അവരും പറയും ഇൻസ്റ്റയിലിട് അങ്ങനെ പറഞ്ഞ ശരിയല്ലേ തുടങ്ങി. പിന്നെന്തൊക്കെയാണ് പിന്നെ യൂട്യൂബ് തുടങ്ങാൻ കാരണം ഞങ്ങൾ
ബാക്കിയുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ തുടങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്ന് തുടങ്ങിയാല നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം, അങ്ങനത്തെ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇവൻ പറഞ്ഞു സപ്പോർട്ട് ചെയ്തില്ലെന്നാണ്, വീഡിയോ ചെയ്യണത് നമ്മളല്ലേ. മീൻസ് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് ഇൻസ്റ്റത്തെ പോലെ കയറണമെന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ ഒരു ഇട്ടപ്പോ കയറേണ്ടതായ രീതിക്ക് പക്ഷെ ഇടാണ്ടായപ്പോ പോയി പറഞ്ഞു. അങ്ങനെ യൂട്യൂബിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഇത്രയും ആവണമെന്നില്ലല്ല. പിന്നെ ആവണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രിപ്പയർ ആയിട്ട് അതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാല് അങ്ങനെ ആവും. പിന്നെ ഇത് ഞങ്ങൾ ക്ലാസ്സിൽ പോവും, അങ്ങനെ അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ അതും ചെയ്യും. അങ്ങനെ യൂട്യൂബിൽ ആയാൽ പിന്നെ യൂട്യൂബിൽ റീച്ച് നമ്മ അത് കയറാത്ത കാണുന്ന ഞങ്ങൾ ചിന്ത വരും, ഇനി ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാല് ഇൻസ്റ്റന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലേക്ക് സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ ചിന്ത വന്നു. അങ്ങനെ ഞങ്ങള് ഈ റീല് മീൻസ് കപ്പിളായിട്ടുള്ള റീലാണ് വെറുതെ ട്രാൻസാക്ഷൻ എടുത്തിട്ടപ്പോ അതൊന്ന് 10K വില പോയി. എന്റെ അക്കൗണ്ടില് ഇട്ട് ഞങ്ങൾ 2 അക്കൗണ്ടില് 3 അക്കൗണ്ട് ആയിട്ട് ഇട്ട്, ഡുണ്ടുംകോറും എന്റെ അക്കൗണ്ട് അങ്ങനെ ആയിട്ടിട്ട്, അങ്ങനെ ഇട്ടപ്പോ അത് റീച്ച് ആയി പോയി. ഞങ്ങൾ ചിലപ്പോ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ റീച്ച് ആവും അങ്ങനെ വിചാരിച്ച്. അങ്ങനെ അതിനകത്ത് നിന്നിട്ട് അങ്ങനെ ഒരു 1, 2, 3, 4 വീഡിയോ ഇട്ടപ്പോ അതൊക്കെ 10K 20K ഇപ്പൊ 70K പോയി. അങ്ങനെ 78K 12K അങ്ങനെ എല്ലാ വീഡിയോ അതൊക്കെ ട്രാൻസിഷനും അങ്ങനത്തെ, പിന്നെ എന്റെ വീഡിയോ അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അത് റീച്ചായി. പക്ഷെ ഇതും അതുപോലെ തന്നെ 10K അടിക്കുന്ന ചോദിച്ചു. അങ്ങനെ വേൾഡ് കപ്പ് ആയപ്പോ പെട്ടെന്ന് ഇവനക്കൊരു ബുദ്ധി തോന്നി, ആ സമയത്ത് ഒരു റീലിട്ടിടാന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സമ്മതിച്ചിരുന്നില്ല, കാരണം എല്ലാരും ചെയ്യണല്ലേ, ഇതിപ്പോ നമ്മ ചെയ്ത് ഞാൻ ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് എനിക്ക് മെസ്സിയുടെ റീല് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് താല്പര്യമില്ല എന്നല്ല, ഞാൻ ഒന്നും കുറ്റൊന്നും പറയണല്ല. ബട്ട് നമുക്കൊരു ഒരാളുടെ ഫാനായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾ ചെയ്യുമ്പോ ചെയ്യാൻ എനിക്ക് തോന്നില്ല. എനിക്ക് അങ്ങനെയാണ്. അതല്ല, പക്ഷെ അത് മെസ്സിയിലല്ല കാരണം, നീയല്ലേ കാരണം. അങ്ങനെ അപ്പൊ അതിനകത്ത് റീലിൽ 8 സെക്കൻഡ് ഉള്ളൂ റീല്. എന്നിട്ട് എന്റെ വാച്ച് 8 സെക്കൻഡ് ആയിരിക്കും. 8 സെക്കൻഡാണ് റീൽ. ഞാനാണ് ഈ റീൽ ഉണ്ടാക്കിയത്. 8 സെക്കൻഡാണ് റീല്. അതെന്ന് വെച്ചാലോ, ഞങ്ങള് കിടന്നത് എപ്പോഴും 5 മണിക്ക് വേൾഡ് കപ്പ് കണ്ടു കഴിഞ്ഞ് കിടന്ന ഇവനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് ഭയങ്കര സങ്കടം എനിക്കെന്ന് വെച്ചാൽ കണ്ടിട്ട് വിഷമായിട്ട് പാടില്ലായിരുന്നു. എന്നിട്ട് ഇവൻ എന്നോട് തല്ലി പിടിക്കാനൊക്കെ വന്നിട്ട്, കാരണം ഞാൻ എന്റെ പറച്ചിലൊക്കെ കേട്ടിട്ട് മെസ്സി കുട്ടിന്നും പറഞ്ഞിട്ട്. എന്നിട്ട് 5 മണിക്ക് കിടന്ന് പറഞ്ഞപ്പോ 5 മണിക്ക് 4000 5000 നമ്മ കിടന്നുറങ്ങുമ്പോ 7000 സംതിങ്. അപ്പൊ അമ്മ പറഞ്ഞിരുന്നു 10,000 ആവും എന്തായാലും. അങ്ങനെ കാരണം ആ സമയത്ത് പിന്നെ എല്ലാരും കിടന്നുറങ്ങൂല. ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ എനിക്കത് 1 മണിക്ക് 8 മണിക്ക് എനിക്ക് നോക്കിയപ്പോ എത്ര 40 ഇവന് 8 മണിക്ക് എനിക്ക് അപ്പൊ 40 എത്രയാണ്. പക്ഷെ ഞാൻ 1 മണിക്കാണ് എനിച്ചത്. എനിച്ചിട്ട് എനിക്ക് റീലിന്റെ കാര്യം ഒരു ഓർമ്മയുണ്ടായില്ല. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം റീലിട്ട് എനിക്കറിയാന്ന് വെച്ചാൽ എനിക്ക് അതിനെ പോകും, ഇത്രയോ ഒന്നും ആവുന്ന എനിക്കറിയില്ലായിരുന്നു. പക്ഷെ 1 മണി ആയപ്പോ അത് 1:30 ആയപ്പോ എന്താ അത് 5 ലക്ഷം എന്തോ ആയി. 1:30 ആയപ്പോ അങ്ങനെ ഓരോ മിനിറ്റില് ഇങ്ങനെ 3000 കേറിക്കൊണ്ടിരിക്കുന്ന കമന്റ് ഒക്കെ വന്നിട്ട്, ഇത് ഈ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്നവരൊക്കെ സന്തോഷം ഞാൻ പിന്നെ ആലോചിച്ച് നോക്കണം. മീൻസ് നമുക്കത് കിട്ടിയത് നമ്മ അത്രയും സന്തോഷം കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാം. ഒരു നാളെ നമ്മൾ റീലെന്താണെങ്കിലും കളിയാക്കണവരും കളിയാക്കി നമ്മളോട് പറഞ്ഞില്ലേ പോലും നമുക്ക് അറിയാൻ പറ്റും. ഇന്ന ആൾക്കാർ കളിയാക്കണ്ട, അങ്ങനെ കളിയാക്കണ്ട, അങ്ങനെ അറിയണ്ട്. പക്ഷെ അതൊന്നും ഇതാക്കില്ല, കളിയാക്കണവർക്കൊന്നുമില്ല അല്ലേ, ഒന്നുമില്ല. ഇതേലും ചെയ്യണ്ട, അവർക്ക് ഒന്നുമില്ലാണ്ട് നമ്മളെ കളിയാക്കാം. അല്ല ഒരു കളിയാക്കി നമ്മൾ നിർത്തി നമുക്ക് 1 മില്യൺ അടിക്കും. അതാണ് പറഞ്ഞത്, നമ്മൾ പഠിക്കും ഓരോ ലെസൺ. മറ്റുള്ളവരുടെ വാക്കുകളൊന്നും അധികം കേൾക്കാണ്ടിരിക്കണം നല്ലത്. സത്യം പറയാലോ, ചിലപ്പോ ഇതുകൊണ്ടായിരിക്കും ഞങ്ങൾ മീൻസ് നമ്മ പറയണല്ല, ഇതുകൊണ്ടായിരിക്കും മിക്കവരുടെ ലൈഫും നമ്മൾ എന്തോരം ഇൻഫ്ലുവൻസേഴ്സ് കാണുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കും മിക്കവരുടെ ലൈഫും മുന്നോട്ട് പോണത്. 10, 18, 20 വയസ്സുള്ളവരൊക്കെ ഈ സമയത്ത് ജോലി എടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കണവരുണ്ട്. പക്ഷെ ഈ യൂട്യൂബ് ചാനൽ ഇതൊക്കെ ഉള്ളവര് മര്യാദക്ക് വേറെ നല്ലോണം പൈസ ഉണ്ടാക്കിയപ്പോ ജീവിക്കുന്നുണ്ട്. 2 സൈഡ് ഉണ്ട് ഒരേ ഏജിന്. അങ്ങനൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ ആവാൻ തോന്നി. ഞങ്ങൾ വീഡിയോ പഠിക്കാനായാലും യൂട്യൂബ് ചാനലിനായാലും വീഡിയോ കണ്ടന്റ് ക്രിയേഷനായാലും കഷ്ടപ്പെടണം.
എന്തിനായാലും കഷ്ടപ്പെടും ഇതിന്. ഇത്രയും വീഡിയോ ഇടാൻ തന്നെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ വീഡിയോ ഇടണേ. സംഭവം എന്തോരം സംഭവം നോക്കി നമുക്ക് 10K അതൊക്കെ കിട്ടണുള്ളൂ. പക്ഷെ അതിന്റെ പല കഷ്ടപ്പാടില്ലേ എന്തോരാന്നറിയാം. എന്നിട്ടാ വീഡിയോ എടുക്കാനായാലും ഓരോ സ്ഥലത്തേക്ക് പോണായാലും പൈസ ചെലവിനായാലും ഈ വീഡിയോ എടുക്കാൻ പൈസ കുറെ ചെലവാകുന്നുണ്ട്. എല്ലാത്തിനും കഷ്ടപ്പാട്. പിന്നെ ശനി ഞായറും ഞങ്ങള് ഒരു സംഭവം NGL എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടൂലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി അങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ആർക്കും എല്ലാം ചോദിക്കാന് കുറെ പേര് ലവ് സ്റ്റോറി ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും ചോദിക്കാം. ഞങ്ങൾ ഈ ശനിയാഴ്ച ഇടാം. ശനി ഓർ ഞായർ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ഇപ്പൊ ഒരു സൈഡില് നല്ല കാര്യങ്ങൾ, ഒരു സൈഡില് വയ്യാണ്ടാവണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. സത്യം പറയാം എനിക്കറിയില്ല എന്താന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം പിടിച്ച എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് നെഗറ്റീവ് ഉണ്ടാവും. എനിക്കറിയില്ല, ഇത് തന്നെ വയ്യാണ്ടിരിക്കുന്ന. പിന്നെ ഈ മൈക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഞാനാണ് പിന്നെയും ഫേസ് കാണിച്ചിട്ടും ഇങ്ങനെ നോക്കി വന്നിട്ട് വർത്താനം പറഞ്ഞിട്ടും ഞാനാണ്. ഇവൻ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മൈക്ക് മേടിക്കാനോ അങ്ങനൊന്നും പ്ലാൻ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങള് കുറച്ചും കൂടി ഇതിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൈക്കൊക്കെ മേടിക്കാം, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മൈക്കൊക്കെ മേടിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പൈസ യൂട്യൂബിൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ നമുക്ക് ഇട്ടിട്ട് മൈക്കൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ വന്നിട്ട് എന്നിട്ട് പറഞ്ഞെന്നറിയോ, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞേ ചേട്ടൻ നിങ്ങ ഇപ്പഴേ വീഡിയോ ഇടുമ്പോ അതിന്റേതായ രീതിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റിയിലും നല്ല രീതിക്ക് സൗണ്ടും എല്ലാം നല്ല രീതിക്ക് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ അത് അംഗീകരിക്കപ്പെടാം. അതുകൊണ്ട് മൈക്ക് ചേട്ടൻ മേടിച്ചത് ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും സപ്പോർട്ടാണ് വീഡിയോ എടുക്കാൻ അങ്ങനെ. അതുകൊണ്ട് മൈക്ക് ചേട്ടൻ മേടിച്ചത് എന്തൊക്കെ കിടക്കും. അതുകൊണ്ട് ഇതെവിടെ വരെ പോകുന്നു നമുക്കറിയില്ല. കാരണം എന്നുവെച്ചാ അങ്ങനെയല്ല, മീൻസ് നമ്മ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ തുടങ്ങണ്. ഇനിയിപ്പൊ ഇപ്പഴേ തന്നെ നമുക്കെല്ലാം കിട്ടണം അങ്ങനൊന്നും നമ്മ വാശി പിടിക്കില്ല. നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എഫേർട്ട് ഇടും. ഇങ്ങനെ വലിയൊരാൾക്കാരാവും ഒരു നാൾ. ഇത് ഓർത്ത് വെക്കാം നമുക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മഴയില്ല 10 ദിവസം കിട്ടല്ലേ. സത്യം. അപ്പൊ ഇനി എന്തായാലും ശനിയാഴ്ച ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ശനിയാഴ്ച എന്തായാലും വന്ന് ചോദിക്കാം. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും. ഞങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ, അതുപോലെ ഇപ്പൊ വീഡിയോസ് ഒക്കെ വരും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഇവിടെ നിന്ന് വെച്ചിട്ട് എനിക്കറിയില്ല ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഒരു വിശ്വാസം ഉണ്ട്. കാരണം ഞങ്ങൾ ഈ വിശ്വാസം വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും കിട്ടാത്തതില്ല ഞങ്ങൾ ഒരു ട്രസ്റ്റ് വെച്ച് ചെയ്ത കാര്യങ്ങളൊന്നും. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇനി ഞാനും മറക്കണ്ട ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിച്ചു. ഇന്നത്തെ വീഡിയോ ശരി.